ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്ത് ലൊക്കേഷനാണ്. ഈ ടാങ്കറും ഈ ക്രെയിൻസും ആ ഫ്ലാഗും മനസ്സിലാവുന്നില്ല അല്ലേ? ഇതാണ് ഗ്ലാസ്ഗോയിലെ സ്പൈഡർമാൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അങ്ങനെ ഞങ്ങൾ സ്പൈഡർമാനെ നേരിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണെന്ന് ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവേ. ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ കുട്ടികളെ സ്പൈഡർമാനായിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറേ ക്യാരക്ടേഴ്സ് അതിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ സ്പൈഡർമാൻ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഒരു മഴ പെയ്ത് തോർന്ന പ്രതീതിയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് വാട്ടർ സ്പ്ലാഷ് ചെയ്യുന്നുണ്ട് ഇവർ. പുറകെ ബസ്സുണ്ട്, പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ബസ്. ടാങ്കർ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ക്യാമറയിൽ കൂടെ നോക്കിയിട്ടാണ് കേട്ടോ അവർ ഡ്രൈവ് ചെയ്യണത്. അറ്റ് ലാസ്റ്റ് ആണ് സ്പൈഡർമാൻ. അങ്ങനെ സ്പൈഡർമാനെ ഞങ്ങൾ കണ്ടു. അയ്യോ, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല, അത്ര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഫോണിലും ടി വിയിലും തിയേറ്ററിലും മാത്രം കണ്ടിട്ടുള്ള സ്പൈഡർമാനെ ഞങ്ങൾ നേരിട്ട് കണ്ടു. ആൻഡ് ഭയങ്കര പ്രൗഡ് ആൻഡ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഷൂട്ടിംഗ് കാണാൻ വന്ന കുട്ടികളുടെ ആവേശമൊന്നും വേറെ തന്നെയായിരുന്നു. അവർ നിലത്തൊന്നും ആയിരുന്നില്ല. സ്പൈഡർമാൻ എന്നും പറഞ്ഞ് ആർത്ത് വിളിച്ച് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. എന്തിനേറെ പറയുന്നത്, നമ്മളൊക്കെ വലിയ ആൾക്കാരായെങ്കിലും സ്പൈഡർമാൻ ഒരു ഹായ് തരുമ്പോഴത്തേനും നമ്മുടെ ഒരു ആവേശവും നമ്മുടെ ആർപ്പ് വിളിയും കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ആർക്കും അവിടെ. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയതാണ്. തിരിച്ച് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു 4 മണിയായിട്ടുണ്ട്. അത്രയും നേരം അവിടെ നിൽക്കുമായിരുന്നു. കാലിൻ്റെ പരിപ്പിളകിയിട്ടുണ്ട്. ഈ ഏരിയയിൽ എങ്ങാനുമാണ് നിങ്ങളൊക്കെ താമസിക്കുന്നതെങ്കിലേ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ശരി, ബൈ.